ശിക്ഷ എന്ന കഥയുടെ തുടർഭാഗം. രേണുക രമ്യയെ കാണാൻ ഹോസ്റ്റലിൽ ചെന്നു. ഞാൻ ഇപ്പോൾ തന്നെ വരാം, അമ്മ വൈകിട്ടല്ലേ പോകൂ എന്ന് പറഞ്ഞ് രമ്യ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുപോയി. രേണുക ഇരുന്ന് മടുത്തപ്പോൾ അവിടെ ഇരുന്ന ബുക്കുകൾ മറിച്ചു നോക്കി. അതിനുശേഷം അല്പനേരം കട്ടിലിൽ കിടന്നു. തലയിണയിൽ തലവെച്ചപ്പോൾ തലയിണയുടെ ഉറയ്ക്കുള്ളിൽ എന്തോ തടയുന്ന പോലെ തോന്നി. അവർ അതെന്താണെന്ന് നോക്കി. അതൊരു ഡയറിയായിരുന്നു. അത് മറിച്ചു നോക്കാൻ തുടങ്ങിയപ്പോൾ രമ്യ തിരിച്ചു വന്നു. രേണുക അത് അതുപോലെ തന്നെ തിരികെ വെച്ചു. രമ്യയും രേണുകയും ഒരുമിച്ചാണ് ഊണ് കഴിച്ചത്. പിരിയാൻ നേരം അമ്മേ, ഞാൻ ഞായറാഴ്ച വരാം എന്ന് പറഞ്ഞു പിരിഞ്ഞു. പിരിയാൻ നേരം രേണുക മോളോട് ചോദിച്ചു, മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്നുമില്ല. തിരികെ പോരുമ്പോൾ രേണുകയുടെ മനസ്സിൽ എന്തോ ഒരു ഖനം പോലെ. എനിക്ക് തോന്നിയതാവാം, ഒരുപാട് പഠിക്കാനില്ലേ, അതാവാം. ഞായറാഴ്ച മകളെ കാത്തിരുന്ന രേണുക അവൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു. സമയം ഉച്ചയായിട്ടും അവൾ വന്നില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഉള്ളിൽ ആദിയായി. ഏകദേശം ഒരു 3 മണിയായി കാണും. ഒരു ഫോൺ കോൾ വന്നു. രമ്യയുടെ ഹോസ്റ്റലിൽ നിന്നായിരുന്നു. രമ്യ ആശുപത്രിയുടെ 4ാം നിലയിൽ നിന്നും ചാടി മരിച്ചു. പിന്നെയൊന്നും രേണുകയ്ക്ക് ഓർമ്മയില്ല. ഒരു മരവിപ്പ് മാത്രം. അലമുറയിട്ട് കരയണമെന്നുണ്ട്, സാധിക്കുന്നില്ല. ഒരു പൂവിനെ പോലെ താൻ സ്നേഹിച്ച തൻ്റെ മകളുടെ ചേതനയേറ്റ മുഖം കാണാൻ രേണുകയ്ക്ക് ആകുമായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അവളുടെ ഹോസ്റ്റലിൽ അവളോടൊപ്പം ഉണ്ടായിരുന്ന രൂപ എന്ന കൂട്ടുകാരി മാത്രം അവിടെ അന്നു തങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം ബാഗ് തുറന്ന് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ഒരു ബുക്ക് എനിക്ക് നൽകി. ആരെയും കാണിക്കരുത്, ഞാൻ തന്നെന്ന് പറയരുത്, ഞാൻ പോകുന്നു. ആ കുട്ടി പോയി കണ്ണിൽ നിന്ന് മറഞ്ഞു. അതിനുശേഷം കഥ കടച്ച് ഞാൻ ആ പൊതി തുറന്നു. രേണുക ഞെട്ടി. അന്ന് ഞാൻ തലയണയുടെ അടിയിൽ നിന്നും കണ്ട ഡയറി, അത് രമ്യയുടേതായിരുന്നു. അന്ന് വൈകുന്നേരം രേണുക ആ ഡയറി വായിക്കുവാൻ എടുത്തു. ആദ്യ ഭാഗത്തെ കാര്യങ്ങൾ അവളുടെ സ്കൂൾ കാലയളവിലെ കാര്യങ്ങളും മറ്റുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചേർന്നത് മുതലുള്ള കാര്യങ്ങൾ. തുടക്കത്തിൽ വളരെ സന്തോഷത്തോടെ പല കാര്യങ്ങളും കുറിച്ചിട്ടുണ്ട്. പക്ഷേ പയ്യെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കുറിച്ചു തുടങ്ങി. കോളേജിൽ നിന്നും തൻ്റെ സീനിയേഴ്സായ പെൺകുട്ടികളെക്കുറിച്ചും ആൺകുട്ടികളെക്കുറിച്ചും അവർ തന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു, മുന്നോട്ടുള്ള പോക്ക് പാടായി തോന്നുന്നു, എല്ലാം നിർത്തിവെച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ വേദനകൾ ഞാൻ ആരോട് പറയും? എനിക്കായി ജീവിതം മാറ്റിവെച്ച എൻ്റെ അമ്മയോട് ഞാൻ എങ്ങനെ പറയും? എനിക്കറിയില്ല. രൂപയല്ലാതെ എനിക്കാരും ഇവിടില്ല. എൻ്റെ അമ്മയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ഘടകമാണ് ഞാൻ. ഇന്ന് ശനിയാഴ്ച. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൻ്റെ കൂടെ പഠിക്കുന്ന ധന്യയെ മോർച്ചറിയുടെ അടുത്തുള്ള മുറിയിലിട്ട് ഉപദ്രവിച്ചത്. അത് പുറത്തു പറഞ്ഞാൽ ആസിഡ് മുഖത്തൊഴിക്കുമെന്ന് പറഞ്ഞ് ആ പാവത്തിനെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം പലതവണ ധന്യയെ അവർ ആ മുറിയിൽ ഇട്ട് പീഡിപ്പിച്ചു. ഇത് ഞാൻ കാണാനിടയായി. ഞാൻ കണ്ടതറിഞ്ഞത് മുതൽ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇന്ന് ചൊവ്വാഴ്ച അവർ എന്നെ ഓടിച്ച് മോർച്ചറിക്കകത്ത് കയറ്റി. എന്നെ അവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഡ്രസ്സ് വലിച്ചൂരി. എൻ്റെ ഫോട്ടോ എടുത്തു. പുറത്തു പറഞ്ഞാൽ ഈ ഫോട്ടോ ഈ ടൗണിലെ ഭിത്തികളിൽ ഒട്ടിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, കഴിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നു. എല്ലാം സമ്പന്നരുടെ മക്കളാണ്. അവർക്കെതിരെ ഒരില പോലും ഇവിടെ അനങ്ങില്ല. നീ അവർ പറയുന്നത് അങ്ങ് അനുസരിച്ചേര്, അല്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്ക, ഓർത്തോ. ഈ അനുഭവമുള്ള ചിലർ എന്നോട് പറഞ്ഞു. ധന്യയ്ക്ക് ഭ്രാന്ത് പോലെയായിട്ട് വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. ഇന്ന് വ്യാഴാഴ്ച. സീനിയേഴ്സിൻ്റെ ആ റൗഡി ബറ്റാലിയൻ എന്നെ കാണാൻ വന്നു. അതിലൊരുത്തൻ വന്ന് അവർ വിളിക്കുന്നിടത്ത് ചെല്ലാൻ ആജ്ഞാപിച്ചു. ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ നീ വന്നിരിക്കും. അവർ നടന്നുപോയി. ഞാൻ മോർച്ചറിയുടെ അടുത്തുള്ള റൂമാണ്. അവിടെ അവന്മാർ എല്ലാവരും ഉണ്ട്. എന്നാടി വിളിച്ചാൽ വരാൻ ഇത്ര മടി? ഒരുത്തൻ വന്ന് എൻ്റെ കഴുത്തിൽ കുത്തി പിടിച്ചു. മറ്റൊരുത്തൻ എൻ്റെ കൈത്തണ്ടയിൽ സിറിഞ്ച് വെച്ച് കുത്തി. അവൻ്റെ പേര് ജെറി. ഒരു പോലീസ് ഓഫീസറുടെ മകനാണ്. ആ ഇഞ്ചക്ഷന് ശേഷം എനിക്കൊരു ഓർമ്മ പോലുമില്ല. ഉണരുമ്പോൾ എൻ്റെ ശരീരത്തിന് ഒരു ഡ്രസ്സും ഉണ്ടായിരുന്നില്ല. ശരീരമാസകലം നീറ്റലും വേദനയും. എന്നെ അവർ എല്ലാ തരത്തിലും നശിപ്പിച്ചിരിക്കുന്നു. അവരുടെ പേര് എനിക്കറിയാം. അമൽ, ജെറി, ശ്യാം, അലൻ.
അടുത്ത ഭാഗവുമായി